2021 അതായത് കോവിഡൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് തുടങ്ങി വിജയിച്ച ഒരു പദ്ധതി. ആ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ കുട്ടികളുടെ ഒരു പ്രോജക്റ്റാണ്. കൊല്ലത്തെ യൂനിസോഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഒരു പ്രോജക്റ്റായിരുന്നു. ആ പ്രോജക്റ്റിന് വേണ്ടി പണം മുടക്കിയത് ഇവിടുത്തെ മാനേജ്മെൻ്റ് ആയിരുന്നു. അങ്ങനെയാണ് 89 പാനലുള്ള ഒരു വലിയ സോളാർ പാനൽ തയ്യാറാക്കാൻ സാധിച്ചത്. അത് നമ്മുടെ മുൻ ചെയർമാൻ്റെ ഒരു ആഗ്രഹമായിരുന്നല്ലേ? ഡ്രീമായിരുന്നു. ചെയർമാൻ്റെ ഒരു ഡ്രീമായിരുന്നു നമ്മുടെ എഞ്ചിനീയറിംഗ് ക്യാമ്പസ് ഒരു ഗ്രീൻ എനർജി ക്യാമ്പസാക്കി മാറ്റുക എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കോളേജിൻ്റെ കറണ്ട് ബില്ലെന്ന് പറയുന്നത് ഏകദേശം 1 ലക്ഷം രൂപയായിരുന്നു. ആ 1 ലക്ഷം രൂപ എങ്ങനെ നമുക്ക് സീറോയിലേക്ക് എത്തിക്കാമെന്നുള്ളത് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളോട് ചെയർമാൻ നേരിട്ട് ചോദിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായി അവരൊരു ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യുകയുണ്ടായി. അപ്പോൾ അവർ ഏകദേശം ഒരു 40 കിലോ വാട്ടിൻ്റെയും 50 കിലോ വാട്ടിൻ്റെയും ഒരു പ്രപ്പോസൽ ചെയർമാനെ സമർപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ചെയർമാൻ 40 കിലോ വാട്ടിൻ്റെ പ്ലാൻ നിങ്ങൾ തന്നെ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയായിരുന്നു. എപ്പോഴും ചെയർമാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് 22 പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾ 10 കിലോ വാട്ട് ആദ്യം ചെയ്യുകയും അത് ആ സമയത്ത് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയ്ക്ക് ഇവിടെ വരുന്ന സമയത്ത് അത് ഇനാഗുറേറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അവർ വീണ്ടും 30 കിലോ വാട്ട് 6 മാസത്തിനകത്ത് വെച്ചിട്ട് തന്നെ കമ്മീഷൻ ചെയ്യും. അതായത് നമ്മൾ പൂജ്യത്തിൽ അന്ന് നമ്മൾ എത്തിച്ചു. കാര്യം നമുക്ക് 4000 സംതിങ് ആയിരുന്നു കോവിഡ് കഴിഞ്ഞ സമയത്ത് നമ്മളുടെ കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ ഏകദേശം ഒരു 5000 യൂണിറ്റിനകത്ത് നമ്മൾ ജനറേറ്റ് ചെയ്തു, സോളാർ ജനറേറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ ഉദ്ദേശത്തിൽ നിന്ന് മേലെ നമ്മളുടെ നേട്ടം നമുക്ക് 4000 ലക്ഷം ഇട്ടു, നമ്മൾ 5000 മുകളിൽ എത്തിച്ചു. കഴിഞ്ഞ മാസം നമ്മളുടെ ജനറേഷൻ എന്ന് പറയുന്നത് 5000 മേലെയാണ്. ഞാനിപ്പോൾ ഉള്ളത് കോളേജിലെ പ്ലേസ്മെന്റ് സെല്ലിലാണ്. ഇവിടെ ഏതാണ്ട് 5 AC, അത്ര തന്നെ ഫാന്, എണ്ണിയാൽ ഒടുങ്ങാത്ത ലൈറ്റുകളൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഇതെല്ലാം ഇവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി നിന്നാണ്. അന്ന് ഈ കോളേജിൻ്റെ കുട്ടികളുടെ HOD ആയിരുന്നു, ഇപ്പോഴും HOD ആയിട്ടുള്ള ടീച്ചറുണ്ട്. എന്തായാലും കുട്ടികൾ ചെയ്തു തന്നൊരു ആശ്വാസമായല്ലേ? അതെ, വളരെ ആശ്വാസമായി. ഇപ്പോൾ 4 വർഷമായി ചെയ്ത് തന്നിട്ട് തന്നെ അന്നോട്ട് തന്നെ കറണ്ട് ചാർജ് വളരെ കുറവിലാണ് പോകുന്നത്. കറണ്ട് ചാർജ് അഡീഷണലായിട്ട് അടയ്ക്കുന്നതായിട്ട് കാണുന്നില്ല. ഇത് കൂടാതെ തന്നെ അപ്പുറത്തൊരു വലിയ ബിൽഡിങ്ങും ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ കറണ്ട് ചാർജും ഇതിൻ്റെ കീഴിലാണ് പോകുന്നത്. വലിയ ഒരു കുട്ടികൾ പഠിച്ചിട്ട് പോയെങ്കിലും നമ്മുടെ കോളേജിനൊരു സംഭാവന തന്നിട്ട് പോകും. അതെ, അവരുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തത്. 22 ഇറങ്ങിയ കുട്ടികളാണ് ചെയ്തത്. അവരുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് മാനേജ്മെൻറ്റിൻ്റെ സഹായത്തോടെ കുട്ടികൾ തന്നെയാണ് ഇത് നിർമ്മിച്ചു തന്നിരിക്കുന്നത്. എന്തായാലും ഈ കുട്ടികൾ ചെയ്ത ഒരു വലിയ സംഭാവന, കാര്യം വലിയ രീതിയിൽ വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ കോളേജിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് വേണ്ടി മാനേജ്മെൻറ്റ് പൈസ കൊണ്ട് മുടക്കുക എന്നൊക്കെ പറയുമ്പം നമ്മൾ കേട്ടുകഴിവ് പോലും ഇല്ലാത്തതാണ്. അങ്ങനെ ഒരു കാര്യം കൂടി മാനേജ്മെൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മുൻ ചെയർമാനായിട്ടുള്ള യൂനിസൂഞ്ഞിൻ്റെ ഒരു സ്വപ്ന പദ്ധതി കൂടിയാണ് യാഥാർത്ഥ്യമായത്. ക്യാമറമാൻ ഷാനവാസ് പൈദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.